സംസ്ഥാനത്തിന്റെ അഭിനന്ദനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാർ അവർകളെ ആദരപൂർവ്വം ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ നയിക്കുന്ന ശതാബ്ദി സന്ദേശയാത്രയുടെ ഈ സ്വീകരണ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു യാത്ര സംഘടിപ്പിച്ചിട്ടുള്ളത്. കേരളത്തെ മതനിരപേക്ഷ സമൂഹമായി വളർത്തിയെടുക്കുന്നതിൽ നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ സമസ്തയെപ്പോലുള്ള മതസംഘടനകളും വഹിച്ചിട്ടുള്ള പങ്ക് വിസ്മരിക്കാവുന്നതല്ല. 1926 സമസ്ത രൂപീകൃതമാകുന്നത്. ആ കാലം മുതൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ മതപരമായ ചിട്ടയും വിജ്ഞാനവും പകരുന്നതിനൊപ്പം സമൂഹത്തിൽ സമാധാനവും സഹവർത്തിത്വവും നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനം ശ്രദ്ധിച്ചിട്ടുണ്ട്. 100 വർഷം ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ചെറിയ കാലയളവല്ല. ഇത്രയേറെ കാലം പൊതുസമൂഹത്തിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനം നിലനിന്നതിനു പിന്നിൽ ഈ സംഘടനയെ നാളിതുവരെ നയിച്ച പണ്ഡിതശ്രേഷ്ഠന്മാരുടെ എല്ലാം സംഭാവനകളുണ്ട്. മുല്ലക്കോയ തങ്ങളും അഹമ്മദ് കുട്ടി മുസ്ലിയാരും അഹമ്മദ് മുസ്ലിയാരും ഇ കെ അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരും പാണക്കാട് തങ്ങൾമാരും അടക്കം ഒട്ടേറെ മഹാരഥന്മാർ ഇതിൻ്റെ നേതൃസ്ഥാനത്തിരുന്നിട്ടുമുണ്ട്. അത്തരം മഹാപണ്ഡിതന്മാരുടെ പ്രവർത്തന പാരമ്പര്യവും സംഘാടന മികവും പ്രസ്ഥാനത്തെ മികവുറ്റതാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നത് ആദരപൂർവ്വം ഓർക്കുന്നു. സമസ്തയ്ക്ക് ഇപ്പോൾ നേതൃത്വം നൽകുന്നത് ശ്രീ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. അധ്യാപകൻ, വാഗ്മി, മതപണ്ഡിതൻ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രശസ്തനാണ്. സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കാനും അവയിലൊക്കെ നാട് ശ്രദ്ധിക്കും വിധം നിലപാടെടുക്കാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ മനസ്സ് നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത ആവർത്തിച്ച് വ്യക്തമാക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം നേതൃത്വം നൽകുന്ന ഈ സന്ദേശയാത്രയും അത്തരത്തിൽ സ്നേഹകാരുണ്യങ്ങളുടെ സന്ദേശം പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. രൂപീകരണ
കാലം മുതൽ ഇന്നുവരെ നമ്മുടെ നാട്ടിലെ ഗ്രാമഗ്രാമാന്തരങ്ങളിൽ അറിവിന്റെ വെളിച്ചം പകരാൻ സമസ്തക്ക് സാധിച്ചിട്ടുണ്ട്. വർഗീയത പണം പുലർത്തിയാടുന്ന സന്ദർഭങ്ങളിലെല്ലാം മനുഷ്യപക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതിനും സമൂഹത്തെ പുരോഗമനപരമായി നിലനിർത്തുന്നതിനും ഈ പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമീപനം കൂടുതൽ ജാഗ്രതയോടെ തുടരേണ്ട ഒരു കാലമാണ് ഇത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത വ്യത്യസ്തതകളെ അംഗീകരിക്കാനും വിയോജിപ്പുകളെ മനസ്സിലാക്കാനുമുള്ള കഴിവാണ്. എന്നാൽ ആ കാഴ്ചപ്പാട് കടുത്ത വെല്ലുവിളി നേരിടുന്ന കാലഘട്ടമാണിത്. നാനാത്വത്തിലെ ഏകത്വം എന്ന മഹത്തായ പാരമ്പര്യം ഓരോ നിമിഷവും തച്ചു തകർക്കപ്പെടുകയാണ്. ഒരു രാജ്യം, ഒരു മതം, ഒരു ഭാഷ, ഒരു സംസ്കാരം